ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം ആരംഭിക്കുന്നത് കാണാതായ ആടിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ടാണ്. തൻ്റെ 100 ആടുകൾ, അതിലൊന്ന് നഷ്ടപ്പെട്ടു. ആ മുഖത്തേക്കൊന്ന് നോക്കുക. എത്ര വലിയൊരു സ്നേഹവും ആർദ്രതയും ഒക്കെ ആ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. തൻ്റെ കരത്തിൽ ആ നഷ്ടപ്പെട്ട ഒരാടിനെ കൈകളിലെടുത്ത് ആ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. 99 തൻ്റെ ചുറ്റുപാടും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നഷ്ടപ്പെട്ടതിൻ്റെ നോവറിയുന്ന അവൻ, നഷ്ടങ്ങളുടെ വേദന അറിയുന്നവൻ, ഒറ്റപ്പെട്ടു പോയതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആ മുഖത്തിൻ്റെ ക്ലോസപ്പ് ഒന്ന് എടുത്ത് നോക്കിക്കേ. നിങ്ങളൊന്ന് ആ മുഖത്തേക്ക് നോക്കുക. ആ മുഖത്തല്പം ഭയം ഉണ്ട്. നഷ്ടപ്പെട്ടു പോയല്ലോ, ആ ഭയം മാറി വരുന്ന രംഗമാണത്. അതോടൊപ്പം തന്നെ കിട്ടിയതിൻ്റെ സന്തോഷവും ആ മുഖത്ത് കലർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ, ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം ജീവിതത്തിൽ വരുമ്പോൾ, ആരും കൂടെയില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ ധ്യാനിക്കേണ്ട വിഷയമാണ് ഈ ഇടയൻ ആ ഒരു ആടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്. ആരും നിൻ്റെ കൂടെ ബലപ്പെടുത്താനില്ല എന്ന് തേങ്ങുമ്പോൾ ക്രിസ്തു ഉണ്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ എന്ന് നീ വിശ്വസിക്കണം. ഈ ചിത്രം നിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ബലമാക്കി മാറ്റണം. സ്നേഹമുള്ളവരെ, ആര് നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം ക്രിസ്തു എന്നെ ചേർത്ത് പിടിക്കാനുണ്ട് എന്നുള്ളതാവണം ഈ ഭൂമിയിലെ യാത്രയുടെ ജീവിതത്തിൻ്റെ ആകെയുള്ള ബലം. ചേർത്ത് വെച്ച അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ഒരു ജീവിതത്തിൻ്റെ നാൾ വഴിയിൽ കൊഴിഞ്ഞു പോകുമെന്നത് ഉറപ്പാണ്. ഒരു പക്ഷിയുടെ തൂവലുകളിലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പോലെ ചേർത്ത് വെച്ചവയെല്ലാം, കൂടെ കാണുമെന്ന് പറഞ്ഞവയെല്ലാം ഒരു തിര വന്ന് കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർത്തിക്കളയുന്നത് പോലെ ഈ ബന്ധങ്ങളെല്ലാം അറ്ററ്റ് കളയും. നീ ഒറ്റയ്ക്കായി പോകും. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പം പരാജയത്തിലേക്കല്ല, പ്രത്യാശയിലേക്ക് നമ്മൾ വളരണം. കാരണം ഈ 10 വിരലുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കാത്തു നിൽപ്പുണ്ട് എന്നത്, ഒരിടയൻ്റെ ശബ്ദം എനിക്ക് പിന്നാലെ ഉണ്ടെന്നുള്ളത്, ഈ ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്, സ്നേഹമുള്ളവരെ, നമ്മളെ പ്രത്യാശയിലേക്ക് കൊണ്ടുപോകണം. അതാണ് നല്ല ഇടയൻ. നിൻ്റെ ജീവിതത്തിൻ്റെ ബലം ഈ നല്ല ഇടയനാവണം. ആമേൻ.